സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ നമ്മൾ നെക്സ്റ്റ് ഇനി നോക്കാൻ പോകുന്ന ആഡിൻ്റെ മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3ൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഗ്രീഡി സ്ട്രാറ്റജി. സോ ആ ഗ്രീഡി സ്ട്രാറ്റജിയിൽ വരുന്ന ഫ്രാക്ഷണൽ സ്നാപ്സാക്ക് പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എന്താണ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ, ഗ്രീഡി, അൽഗോരിതം ഒക്കെ നിങ്ങൾ നോക്കുക. ആ അൽഗോരിതം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഫ്രാക്ഷണൽ സ്നാപ്സാക്കിൻ്റെ അൽഗോരിതവും നോക്കണം. ഓക്കെ, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്രാക്ഷണൽ സ്നാപ്സാക്ക് അൽഗോരിതം യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് സ്നാപ്സാക്ക് പ്രോബ്ലം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫോർ ദ ഫോളോയിങ് ഫ്രാക്ഷണൽ സ്നാപ്സാക്ക് പ്രോബ്ലം given the number of items n equal to 4, capacity of sack m equal to 60. സോ നമുക്കിവിടെ ഈ തന്നിരിക്കുന്ന ഒരു ഗിവൺ നമ്പർ ഓഫ് നമുക്കിവിടെ ഒരു സാക്ക് തന്നിട്ടുണ്ട്. ആ സാക്കിൽ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 4 നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു സാക്കിൽ കപ്പാസിറ്റി തന്നിട്ടുണ്ട്. സ്നാപ്സാക്ക് പ്രോബ്ലത്തിൽ ഇതാണ് മെയിനായിട്ട്. നമുക്കിങ്ങനെ ഒരു സാക്ക് തരും. ആ സാക്കിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഐറ്റംസ്, നമ്മളിപ്പോൾ 4 ഐറ്റംസ് ഉണ്ട്, 4 ഐറ്റംസ് എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യണം, അതിലോട്ട് ഫില്ല് ചെയ്യണം. സോ ആ ഫില്ലിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ഈ പ്രോബ്ലം വരെ ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ഓരോ ഐറ്റംസിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ 4 ഐറ്റംസിൻ്റെ വെയിറ്റ് ആണ്. ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൻ്റെ അകത്ത് W എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത്. P എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഗിവൺ ഡേറ്റ നമുക്കറിയാം M എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റിയാണ്. ആ ഒരു സാക്കിൻ്റെ കപ്പാസിറ്റി എത്ര ഐറ്റംസിൻ്റെ വെയിറ്റ് വരെ കൊള്ളും? 60 ആണ് ടോട്ടൽ കപ്പാസിറ്റി ആ ഒരു സാക്കിൻ്റെ. എത്ര ഐറ്റംസ് ഉണ്ട്? n ഈക്വൽ ടു 4 ഐറ്റംസ് ഉണ്ട്. സോ നമ്മളിവിടെ ആദ്യം എന്താ ചെയ്യാൻ പോകണമെന്ന്, I എന്ന് പറഞ്ഞ പൊസിഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ 4 എണ്ണം ഉണ്ട്. സോ 4 നമുക്ക് അതിനെ 1 2 3 4 ഇങ്ങനെ 4 പൊസിഷൻസ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ P ആണ്, പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് അതേപോലെ ഞാൻ ഈ ഓരോ പൊസിഷൻസ് കൊടുക്കുകയാണ്. 280 100 120 120. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ വെയിറ്റ്, അതും ഈ സെയിം ഓർഡറിൽ തന്നെ ഇതിൽ ഫില്ല് ചെയ്യാണ്. 40 10 20 24. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോണത് P/W ചെയ്യണം. നമ്മൾ ഈ പ്രോഫിറ്റിനെ W കൊണ്ട് എന്ത് ചെയ്യാണ്? ആദ്യം ഡിവൈഡ് വേണം ചെയ്യാൻ. സോ P/W ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 280 ഡിവൈഡഡ് ബൈ 40 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 7. 100 ഡിവൈഡ് ബൈ 10 എത്രയാണ്? 10. 120 ഡിവൈഡ് ബൈ 20 6. 120 ഡിവൈഡ് ബൈ 24 5. സോ ഈ ഒരു P/W ചെയ്താണ് ഈ ലാസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്തിനാണ് ഈ P/W ചെയ്തതെന്ന് വെച്ചാൽ, ഈ P/W ചെയ്യുന്ന ഈ ഉത്തരം ഉണ്ടല്ലോ, ഇതിൻ്റെ അതായത് ഡിസെൻഡിങ് ഓർഡറിൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലോട്ട് എഴുതുന്ന ഓർഡറിൽ വേണം നമ്മളിത് ഫില്ല് ചെയ്യാനായിട്ട്. സോ നോക്കിയാൽ നമ്മൾ ഒന്നും കൂടെ പറയാം. I എന്ന് പറഞ്ഞ പൊസിഷനിൽ 1 2 3 4 എന്ന് പറഞ്ഞ 4 ഐറ്റംസിൻ്റെ പ്രോഫിറ്റും വെയിറ്റും അതുപോലെ ഫില്ല് ചെയ്തു. എന്നിട്ട് P/W ആണ് നമ്മൾ ആദ്യം ചെയ്തത്. അത് പ്രോഫിറ്റിനെ വെയിറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് വാല്യൂസിന് അതിനെ നമ്മൾ സോർട്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പോവാണ്. സോർട്ട് ചെയ്ത് എങ്ങനെ എഴുതുന്നു നോക്കുക. നേരത്തെ എഴുതിയ പോലെ I ഉണ്ടാവും, P ഉണ്ടാവും, W ഉണ്ടാവും. ഇതിൽ I എന്ന് പറയുന്നതിൻ്റെ സോർട്ട് ചെയ്യുമ്പോൾ മാറും, ഓരോന്നും പ്ലേസ് മാറും. സോ നമ്മൾ ആദ്യം ഈ 7 എന്ന് പറയുന്നതിൻ്റെ വെയിറ്റ് എന്താണ്? 40. സോ ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഡിസെൻഡിങ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഡയറക്റ്റ് കയറ്റാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഈ ഒരു വാല്യൂസ് നോക്കുക. 7 നോക്കുക, 10 6 5. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 10 ആണല്ലേ. സോ ഫസ്റ്റ് എൻട്രി ആരുടെയാണ്? 10 ആണ്. 10ൻ്റെ എന്ത് നോക്കുക? വെയിറ്റ് നോക്കുക. എന്താണ് 10ൻ്റെ വെയിറ്റ്? എന്താണ്? 10 ആണ്. ഓക്കെ, അതേപോലെ ആ 10ൻ്റെ എൻ്റെ പ്രോഫിറ്റ് എന്താണ്? 100 ആണ്. ആ 10ൻ്റെ എൻ്റെ പൊസിഷൻ എന്താണ്? രണ്ടാമത്തെ പൊസിഷനാണ്. ഓക്കെ, ഫൈൻ. സെക്കൻഡ് 10 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാണ്? 7 ആണല്ലേ. 7 ആണ്. 7ൻ്റെ വെയിറ്റ് എത്രയാണ്? 40. 7ൻ്റെ വെയിറ്റ് 40 ആണ്. പ്രോഫിറ്റ് എത്രയാണ്? 280. സോ ടോപ്പിൽ 280. 7ൻ്റെ പൊസിഷൻ എത്രയാണ്? 1 ആണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് 7 കഴിഞ്ഞ ഏതാണ്? 6 ആണല്ലേ. 6ൻ്റെ വെയിറ്റ് 20. 20യുടെ പ്രോഫിറ്റ് എത്രയാണ്? 120 ആണ്. അതിൻ്റെ പൊസിഷൻ ആണെങ്കിൽ 6ൻ്റെ തേർഡ് പൊസിഷനാണ്. നെക്സ്റ്റ് വരുന്ന 5. 5ൻ്റെ വെയിറ്റ് എത്രയാണ്? 24 ആണ്. 5ൻ്റെ പ്രോഫിറ്റ് എന്നാണ്? 120 ആണ്. 5ൻ്റെ പൊസിഷൻ എന്നാണ്? നാലാമത്തെ പൊസിഷനാണ്. മനസ്സിലായോ ഇതെങ്ങനെ ഫില്ല് ചെയ്തെന്ന്? ഓക്കെ അല്ലേ.
നമ്മൾ P/W കണ്ടുപിടിക്കും. ആ P/W നിന്ന് കിട്ടുന്ന ആ ഉത്തരത്തിനെ നമ്മൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലോട്ട് ആ ഒരു ഓർഡറിലോട്ട് എന്ത് ചെയ്യും, മാറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 10 ആണല്ലേ. അപ്പോൾ 10ൽ നിന്ന് എന്ത് ചെയ്യാണ് നമ്മൾ? 10ന്റെ വെയിറ്റ് ആയിരിക്കും, 10ന്റെ വെയിറ്റ്, 10ന്റെ പ്രോഫിറ്റ്, 10ന്റെ പൊസിഷൻ, അതായിരിക്കും ആദ്യം തുടങ്ങുന്നത്. അതിൽ നിന്ന് ചെറുതിലോട്ട് ഇങ്ങനെ പോകും. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇതെങ്ങനെ എഴുതുന്നത്? സോർട്ട് ചെയ്ത് മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ ടേബിൾ വരയ്ക്കാം. സോ ഇതാണ് നമ്മുടെ ടേബിൾ എന്തൊക്കെ വരും എന്ന് ചോദിക്കാം. നമ്മൾ I എന്ന് പറഞ്ഞ പൊസിഷൻ, PI പ്രോഫിറ്റ് ഓഫ് I, WI വെയിറ്റ് ഓഫ് I, പിന്നെ XI എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ പറഞ്ഞാൽ U = U - W. ഇവിടെ U എന്ന് പറയുന്നത് കപ്പാസിറ്റിയാണ്. ഓക്കെ, ഈ XI എന്ന് കൊടുത്തിരിക്കുന്നതാണ് നമ്മളിവിടുത്തെ ഫീസിബിൾ സൊല്യൂഷൻ, അല്ല ഓപ്റ്റിമൽ സൊല്യൂഷനാണ് XI ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് ഈ കൊടുത്തിരിക്കുന്ന ഈ ഓർഡറിൽ തന്നെ ഈ ടേബിളിൽ ഈ 3 ഡേറ്റാസ് ഫില്ല് ചെയ്യും, ഫസ്റ്റ് 3 കോളത്തിൽ. അപ്പോൾ എങ്ങനെ എഴുതും? 2, 1, 3, 4, 100, 280, 120, 120. വെയിറ്റ് ആണെങ്കിലോ 10, 40, 20, 24. ഓക്കെ, ഇനി നമ്മൾ XI കണ്ടുപിടിക്കണം അല്ലേ. സോ ഇവിടെ എന്താ ചെയ്യണം? ഫസ്റ്റ് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്ത് നമ്മൾ XI പറയാം. XI സ്റ്റാർട്ടിങ് നമ്മൾ സാക്കിലോട്ട് എൻ്റർ ചെയ്യുന്ന ടൈമിൽ XI എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് 0 ചേഞ്ച് ആവുന്നതാണ് ഇപ്പുറത്ത് എഴുതാൻ വേണ്ടി. U = U - WI. ഇതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ U എന്ന് പറഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റിയാണ്. നമ്മൾ M = 60 എന്ന് പറഞ്ഞു കപ്പാസിറ്റി ഓഫ് ദ സാക്ക് ആണ്. സോ നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടത് U = 60 - W. ആദ്യത്തെ വെയിറ്റ് എത്രയാണ്? 10 ആണ്. സോ 60 നമ്മളെ സാക്കിൽ 60 കപ്പാസിറ്റി ഉണ്ടല്ലോ. 10 എന്ന് പറഞ്ഞ വെയിറ്റ് ഞാൻ കയറ്റുകയാണ്. കയറ്റുമ്പോൾ ബാക്കി എത്രയുണ്ട്? 50 ഉണ്ട്. അത് വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ അവിടെ ബാക്കി ബാലൻസ് ഉണ്ടല്ലേ, അങ്ങനെയാണ് XI എന്ത്? 1. ഓക്കെ, ഫില്ല് ചെയ്തു. അവിടെ കപ്പാസിറ്റി കയറി, സോ 1 കൊടുക്കാം. നെക്സ്റ്റ് ഇനി എന്താ? അടുത്ത് ഇതേപോലെ അടുത്തിപ്പോൾ എത്രയുണ്ട്? സാക്കിലെ കപ്പാസിറ്റി 50 ആണ്. 10 വെയിറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ? 50 ആണ്. സോ അടുത്ത് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? 50 മൈനസ് അടുത്ത വെയിറ്റ് എത്രയാണ്? 40 ആണ്. സോ 50 നിന്ന് 40 വരെയും ബാക്കി എത്രയുണ്ട്? 10. അവിടെ എന്ത് ചെയ്തു? സ്പേസ് സാറ്റിസ്ഫൈ ചെയ്തു. സോ XI എന്താ? 1 ആവും. ഇനി ബാക്കി എത്രയുണ്ട്? 10 ഉണ്ട്. നമുക്ക് അടുത്ത കപ്പാസിറ്റി എത്രയാണ്? 10 ആണ്. നമുക്ക് എത്ര വെയിറ്റ് ഉള്ള സാധനം കയറ്റണം? 20 വെയിറ്റ് ഉള്ള സാധനം കയറ്റണം. കയറ്റാൻ പറ്റുമോ? ഇല്ല, കയറ്റാൻ പറ്റില്ല. കാരണം 10 ഉള്ളൂ, നമുക്ക് 20 കയറ്റണം. ആ സമയത്ത് എന്ത് ചെയ്യും? 10നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 / 20 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/2 കിട്ടും. സോ ആ 1/2 ആണ് ഇവിടെ XI ഇനി എഴുതേണ്ടത്. കാരണം ഫുള്ളി ആയിട്ട് കയറിയില്ല. ഇതിപ്പോൾ നമ്മൾ ഫുള്ളി ആയിട്ട് ഇപ്പോൾ നമുക്ക് 10 വെയിറ്റ് ഉണ്ട്, 60 കപ്പാസിറ്റി ഉണ്ടല്ലോ. ഫുള്ളി നമുക്ക് ആ 60 ആ ഒരു സാക്കിൽ കയറ്റാൻ പറ്റും. ഫുള്ളി കയറ്റിക്കൊണ്ട് നമ്മൾ 1 എന്ന് കൊടുത്തു. നമുക്ക് കയറ്റാൻ പറ്റാതെ വരുമ്പോൾ ഡിവൈഡ് ചെയ്യുക, അത് വേണം. ഇപ്പോൾ ഹാഫേ കയറ്റാൻ പറ്റൂ. 10ൽ 10 ഉള്ളൂ, കപ്പാസിറ്റി 10 ഉള്ളൂ. അപ്പോൾ 20ൽ നമുക്ക് 10 കയറ്റാം. 10 കയറ്റാൻ പറ്റത്തില്ല. അതാണ് ഹാഫായിട്ട് കൊടുത്തിരിക്കുന്നത് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അങ്ങനെ അപ്പോൾ ഹാഫാണ്. പിന്നെ അപ്പോൾ ഇവിടെ സാക്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0 ആണ്. ഹാഫ് കയറ്റിയാൽ പിന്നെ എന്താണ്? 10ഉം കൂടെ പോയി കഴിഞ്ഞാൽ 0 ആണ്. പിന്നെ ഇവിടെ എല്ലാം 0 ആയിരിക്കും. ഓക്കെ, ഫൈൻ. കപ്പാസിറ്റിയുടെ കാര്യം മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. നമുക്കൊരു 60 എന്ന് പറഞ്ഞ കപ്പാസിറ്റി തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ വെയിറ്റും നമ്മൾ ആദ്യം കയറ്റുന്ന സമയത്ത് ബാലൻസ് വെയിറ്റ് ഉണ്ടോ, അത് കംപ്ലീറ്റ്ലി ഫില്ലായെങ്കിൽ 1 കൊടുക്കുക. പാർഷ്യലി ആണ്, കയറാൻ പറ്റത്തില്ല, ഇനി സ്പേസ് ഇല്ല, കുറവാണെങ്കിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അതായിരിക്കും അതിൻ്റെ XI എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടോട്ടൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്ന നോക്കൂ. ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോമുലയുണ്ട്. PI × XI ആണ് ഫോമുല. നമ്മൾ ഈ ഒരു PIയും XIയും XI എത്ര വാല്യൂ കിട്ടി അത് വെച്ച് മൾട്ടിപ്ലൈ. അപ്പം എന്താ? 100 × 1 is equal to 100 × 1 plus 280 × 1 plus 120 × 1/2 plus 120 × 0 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും? എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഓൾമോസ്റ്റ് 440 കിട്ടും. സോ 440 ആണ് നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ടോട്ടൽ പ്രോഫിറ്റ് മാത്രമല്ല, സൊല്യൂഷൻ വെക്ടറും കൂടെ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ വെക്ടർ ഈക്വൽ ടു സൊല്യൂഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു XI എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അത് വേണം എഴുതാൻ. അത് ഏത് ഓർഡറിൽ എഴുതണമെന്ന് വെച്ചാൽ 1 2 3 4 എന്ന് പറഞ്ഞാൽ ആ ഓർഡറിൽ വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആര് വരും? ഫസ്റ്റ് പൊസിഷൻ 1 എന്ന് പറഞ്ഞാൽ ആരാണ്? 1 ആണ്. അത് 1 എന്ന് പറഞ്ഞ പൊസിഷനുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻ വെക്ടർ 1 ആണ്. അടുത്ത് 2ൻ്റെത് 1 കോമ ഇട്ട് അടുത്ത്
3ൻ്റെത് 1/2, അടുത്ത 4ൻ്റെത് 0. സോ ഇതാണ് സൊല്യൂഷൻ വെക്റ്റർ എന്ന് പറഞ്ഞത്. ആ എക്സയിൽ എന്തൊക്കെ കിട്ടി, ഫുള്ളി ആണോ കംപ്ലീറ്റ് ആണോ, നമ്മൾ ഹാഫും 1 ഇട്ട് റെപ്രസെൻ്റ് ഇല്ലേ അത്. ഓക്കെ അല്ലേ? സോ ഇതാണ് ഫ്രാക്ഷണൽ സ്നാപ്സാക്ക് പ്രോബ്ലം. ഓക്കെ.